ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇഞ്ചിപ്പുളിയുടെ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് നല്ല അടികട്ടിയുള്ളൊരു പാത്രം അതിനായിട്ട് എടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇതിനായിട്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നോടും വരെ വഴറ്റണം. അത് കഴിഞ്ഞ് നമുക്ക് ആ വറുത്ത് ഇഞ്ചി ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം. അടുത്തായിട്ട് നമ്മളിവിടെ തേങ്ങാക്കൊത്ത് കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തും നല്ല വറുത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരണേ. അന്നേരത്തേനും അത് നമുക്ക് കോരി മാറ്റാം. തേങ്ങാക്കൊത്ത് ഇടുന്നത് അതിനകത്തേക്ക് തേങ്ങാക്കൊത്തും കൂടി ഇടുവാണെങ്കിൽ കുറച്ച് നല്ലൊരു ടേസ്റ്റിന് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ്. അതിനുശേഷം ഞാനിതാ ഇവിടെ ഇഞ്ചി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണേ. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഇഞ്ചി പൊടിച്ചെടുക്കാൻ പോവാണ്. അത് കഴിച്ച് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്തത്, 1 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളത്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ധാരാളം നല്ലപോലെ പുളി വേണം. ഇഞ്ചിക്ക് ഭയങ്കര എരിവൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഈ പുളി. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ പുളി വേണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം കുറച്ച് വേണം. ഞാനൊരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ആവശ്യത്തിന് വേണം. എന്നാലേ ഇഞ്ചിപ്പുളിക്ക് ആ ശർക്കരയും പുളിയും ആ മധുരവും പുളിയും കൂടെയാണ് അതിന് ആ രുചി കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ലതായിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര അതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ട് ഉരുകി വരണം. അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഉരുകിക്കോളും. അപ്പോഴേക്ക് ഇത് കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുവാണ്. അപ്പം നമുക്കിതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണേ. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ഞാനിത് ഇഞ്ചി ഇട്ടപ്പോഴത്തേനും എനിക്ക് വെള്ളം കുറവായി തോന്നിയോണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടെ തിളപ്പിച്ചു. അപ്പം നല്ല രുചികരമായ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്ക് അമ്മച്ചീനോട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.